മകരനിലാക്കുളിരാടി പാടി പാട്ടൊക്കെ കേൾക്കാൻ അയ്യപ്പനൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ പാടത്തൊക്കെ പറഞ്ഞ ഒന്ന് തൊട്ടോട്ടെ ഞാൻ അയ്യപ്പ ആ പുള്ളിപ്പുലിയുടെ നെറ്റിയിൽ. അയ്യപ്പൻ ചോദിക്കും, നിനക്ക് വേറെ ഒരാഗ്രഹവും ഇല്ലേ കാട്ടി കിടക്കണ പുള്ളിപ്പുലിയുടെ തലത്തിന്റെ തൊട്ടാണ്. Signa Play and Center Square Mall presents Kerala Comedy Combat, brought to you by Hamster Air Conditioners. Redefining quality. Grooming partner Tony and Guy. Radio partner Club FM 94.3. Fashion partner R&B. Cinema partner Cinepolis. And food partner Hotbox. സൈന പ്ലേയും സെന്റർ സ്ക്വയർ മോളും ചേർന്ന് അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ ലൈവ് സ്റ്റാൻഡപ്പ് കോമഡി ചാലഞ്ച് ആണ് കേരള കോമഡി കോമ്പാറ്റ്. ആക്ട്രസ് മമത മോഹൻദാസ് ആയിരുന്നു ഇതേ സെന്റർ സ്ക്വയർ മാളിൽ വെച്ചിട്ട് ഈ ഒരു കേരള കോമഡി കോമ്പാറ്റിന്റെ ടൈറ്റിൽ അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കേരളത്തിലുടനീളം നടന്ന ഓഡിഷൻസിലും ഈ സെന്റർ സ്ക്വയർ മാളിൽ വെച്ചിട്ട് നടന്ന ഓപ്പൺ മൈക്ക് ഓഡിഷൻ, കോളേജസിൽ നടന്ന ഓഡിഷൻ, ഇതിനെല്ലാം ശേഷം അവിടെ നിന്ന് എൻട്രീസ് നേടി ഇവിടെ ഈ കേരള കോമഡി കോമ്പാറ്റിന്റെ വേദിയിലെത്തി മത്സരിച്ച് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 6 പേര് ഇനി വീണ്ടും ഇതേ വേദിയിൽ മത്സരിക്കാൻ പോവുകയാണ്. On Kerala Comedy Combat Finale Super 6. ഹായ്, ഹലോ, നമസ്കാരം ഓഡിയൻസ്, ജഡ്ജസ്, ഗസ്റ്റ്. ഒരു കൈയ്യടി തരൂ പ്ലീസ്. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാവും അല്ലേ വിഷ്ണു ബ്രോ? സംശയം ഒന്ന് വെള്ളപ്പേപ്പറിൽ എഴുതിയ അത് ശരിയാന്നാണ് എൻ്റെ ആദ്യത്തെ സംശയം. ഞാൻ ഈ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. 5-6 ഉത്തരം ഉണ്ടെങ്കിലും ഇതിൽ ഏതാണ് ബ്രാക്കറ്റ് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം. എൻ്റെ അമ്മ എവിടെയെങ്കിലും പോകാൻ നേരത്ത് വാതിൽ പൂട്ടി പുറത്തിറക്കി കഴിയുമ്പോൾ അമ്മക്കൊരു സംശയം, ദൈവമേ അലമാര പൂട്ടിയ. അമ്മയുടെ സംശയം കണ്ട് ഞാൻ നമ്മളൊരു അതിനകത്ത് 50 വേണ്ട സ്വർണ്ണം 5 ലക്ഷം രൂപ ഇരിക്കുകയാണെന്ന്. സ്വർണ്ണം പണയം വെച്ച പേപ്പറും പാറ്റാഗുളികയും മാത്രമേ അടുത്ത് ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ. എൻ്റെ സംശയങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വരുമ്പോൾ ഈ വിഷ്ണു ബ്രോ, നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമായിട്ട് ഈ വെളുപ്പാങ്കാലത്ത് ഒരു ബസ് ഉണ്ടാവും, അതായത് നന്ദനം, വൃന്ദാവനം, പ്രഭാതം എന്നൊക്കെ പറഞ്ഞൊരു ബസ്. അപ്പം ഈ ബസ് പോയോ ഇല്ലയോ നമുക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവും. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് രാവിലെ പോകാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ബസ് സ്റ്റോപ്പിലൊരു ചേട്ടൻ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തോർത്ത് കിട്ടിയിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ? പുള്ളി മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ? പുള്ളി മിണ്ടുന്നില്ല. ഞാൻ പിടിച്ചു കുലുക്കി, ചേട്ടാ! പുള്ളി ചാടി എഴുതിട്ട് എൻ്റെ കറത്തിലൊട്ടടി. സത്യം പറഞ്ഞ പല്ലുവേദന കാരണം രാത്രി കിടന്നുറക്കാൻ പറ്റാഞ്ഞിട്ട് വെളുപ്പിനത്തെ ബസ്സിന് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി കാത്തിരുന്ന ചേട്ടനാണ് ഞാൻ പിടിച്ച് കുലുക്കിയത്. ആശുപത്രി ചെന്ന് 1ാമത്തെ ചീട്ട് പുള്ളി പല്ലുവേദന, 2ാമത്തെ ചീട്ട് ഞാൻ കർണം വേദന. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് AI ക്യാമറ ഒരു പണി തന്നു. അതായത് AI ക്യാമറയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഭയങ്കര സംശയം. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ഈ ഫോട്ടോയുടെ പിന്നിലിരിക്കുന്ന പെണ്ണ് അതാരാണ്? ഞാൻ പറഞ്ഞ, ഏത് പെണ്ണ്? അവൾ പറഞ്ഞ, ഈ ബൈക്കിൻ്റെ പുറകെ പെണ്ണിരിക്കണല്ലേ. ഞാൻ പറഞ്ഞിട്ട്, ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ. ആ പെണ്ണ് ആർട്ടിഫിഷ്യലാ. അവളത് വിശ്വസിച്ച് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവൾ വിശ്വസിച്ചില്ല. അന്ന് രാത്രി അവൾ നാഗവല്ലിയായി എൻ്റെ മുതുകിൽ അവളുടെ നഖക്ഷതങ്ങളാടി. അപ്പം എല്ലാം ഇങ്ങനെ ദുരന്തത്തിൽ അവസാനിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മേനോടൊന്ന് ചോദിച്ചു, അമ്മേ, എല്ലാം ഇങ്ങനെ കുളവായി പോകാനുള്ള എന്ത് ചെയ്യാനാ? അപ്പം അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, 32 വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് രാജയോഗമാണ്. ശരിയാ, 32 വയസ്സ് കഴിഞ്ഞ് വൈശാലിയിലെ ബാബുവാണിനെ പോലത്തെ രാജാവാ, വെള്ളവും ഇല്ല വെളിച്ചവും ഇല്ല. അപ്പം ഞാൻ ഈ രാജയോഗം ഉച്ചിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്വയം തൊഴിലിൻ്റെ ലോൺ എടുക്കാൻ തീരുമാനിച്ച് ഞാനൊരു ബാങ്കിലേക്ക് ചെന്നു. അപ്പം ബാങ്ക് മാനേജർക്ക് എന്നെ ഒരു സംശയം, ഈ ഞാൻ തന്നെയാണോ എന്ന്. ഞാൻ തന്നെയാണെന്ന് പുള്ളീനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ആധാർ കാർഡ്, വോട്ടർ ഐ കാർഡ്, റേഷൻ കാർഡ്, എന്തിന് എൻ്റെ അപ്പൂപ്പൻ്റെ സഞ്ചയന കാർഡ് വരെ കാണിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞാൻ തന്നെയാണെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, തൻ്റെ ആധാരം ഒന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞു, സാറെ പരിശോധിച്ചോളൂ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, എടോ ഇതിൻ്റെ മുന്നാധാരം എവിടെ? ഞാൻ പറഞ്ഞു, സാറേ ഈ മുന്നിരിക്കുന്നല്ലേ മുന്നാധാരം. അപ്പോൾ പുള്ളി പറഞ്ഞു, എടോ അതിൻ്റെ അടിയാധാരം എവിടെ? ഈ അടിയിരിക്കുന്നതാണ് അടിയാധാരം എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ചിലപ്പോൾ പുള്ളി എന്നെ അടിച്ചാലോ എന്ന് പേടിച്ച് ഞാൻ മിണ്ടാതിരുന്നു. അങ്ങനെ ആധാരം വെച്ച് ലോൺ എടുക്കാൻ പോയ ഞാൻ വഴിയാധാരമായി. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നമ്മുടെ KSRTCയുടെ റൂട്ട് മാപ്പ് ഡിസൈൻ ചെയ്തത് ആരാണ്? ജോണെ, ഉദാഹരണത്തിന് നമുക്ക് കോഴിക്കോടേക്ക് പോകണം എന്ന് വിചാരിച്ചു. കോവച്ചുള്ള എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സും വന്നാലും ശരി, കോഴിക്കോടേക്കുള്ള ബസ് വരികയല്ല. അപ്പം ഞാൻ ഓർത്തുന്ന ഒരു കാര്യം ചെയ്യും, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് കരുതിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സർക്കസിലെ തത്തകൾക്ക് ഇരിക്കാൻ പോണ പോലെ കമ്പി വളച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ കാത്തുനിൽപ്പ് പുരയിൽ.
അപ്പൊ ഞാൻ ചോദിച്ചു ആരുടെ ഇത് ഉണ്ടാക്കിയത്? ഞാൻ നോക്കുമ്പോ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ മുടക്കി പണിതിരിക്കുന്ന കാത്തുനിൽപ്പ് പുര. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പം തന്നെ ഫേസ്ബുക്കിൽ അറഞ്ചം പറഞ്ഞൊരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ട്. ഈ പോസ്റ്റിന് താഴെ MLA അണികളെല്ലാം വന്നിട്ട് അറഞ്ചം പുറഞ്ചം തെറി വായിച്ച് കണ്ണുമഞ്ഞളിച്ച് നിൽക്കുമ്പോൾ കോഴിക്കോടേക്ക് 3 ബസ്, മിന്നല്, സൂപ്പർ ഫാസ്റ്റ്, LS. നമുക്ക് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട കുട്ടികളെ പലപ്പോഴും നമ്മുടെ സമൂഹം സംശയത്തിന്റെ കാഴ്ചപ്പാടിൽ വേണം നോക്കുന്നത്. യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം ഞാൻ അരൂർ സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ 2 പയ്യന്മാർ ഹെൽമെറ്റ് ഇല്ലാണ്ട് നടന്നു പോണു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ മോനെ ഹെൽമെറ്റ് വെക്ക്, അവിടെ ക്യാമറ ഉണ്ട്. അപ്പൊ ഇവന്മാർ പറയും ഞാൻ ഈ നാട്ടുകാരല്ല ചേട്ടാന്ന്. അതോടെ എനിക്ക് മനസ്സിലായ അവരുടെ കാര്യം. അപ്പൊ അവന്മാർക്ക് ബുദ്ധി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പോ മണ്ഡലകാലാണ്, നമ്മുടെ നാട്ടിലെങ്ങും പ്രാർത്ഥനാ മുഖരിതമാണ് അല്ലേ വിഷ്ണു ബ്രോ? അപ്പൊ ഈ മണ്ഡലകാലത്തൊക്കെ പണ്ടൊക്കെ സാധിച്ചേട്ടാ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ? പണ്ടത്തെ പാട്ടെന്നൊക്കെ പറഞ്ഞ മകരനിലാക്കുളിരാടി പാടി ദിവ്യദർശനം, ഈ പാട്ടൊക്കെ കേൾക്കാൻ അയ്യപ്പനൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ പാട്ടെന്നൊക്കെ പറഞ്ഞ ഒന്ന് തൊട്ടോട്ടെ ഞാൻ അയ്യപ്പ ആ പുള്ളിപ്പുലിയുടെ നെറ്റിയിൽ. അപ്പൊ അയ്യപ്പൻ ചോദിക്കും, നിനക്ക് വേറെ ഒരാഗ്രഹവും ഇല്ലേ? കാട്ടി കിടക്കണ പുള്ളിപ്പുലിയുടെ തലയിൽ തന്നെ തൊടണം. ഈ മനുഷ്യന്മാർക്ക് സംശയം ഇങ്ങനെ അടങ്ങില്ല. അപ്പൊ ഞാൻ രാത്രി കുളിച്ചിട്ട് കിടക്കാൻ നേരത്ത് എനിക്കൊരു സംശയം, ഗ്യാസ് പൂട്ടിയാന്ന്. ഞാൻ ഓടിച്ചെന്ന് ലൈറ്റിൽ ഞാൻ ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ ഇതേ സംശയം കാരണം ഉറങ്ങാൻ പറ്റാത്ത എൻ്റെ അനിയൻ ഗ്യാസ് പൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സംശയങ്ങൾ നിങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുത്. സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ലോകം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നന്ദി. Okay, so how was your performance? എങ്ങനെ evaluate ചെയ്യുന്നു സ്വന്തം പെർഫോമൻസിനെ? ആൾക്കാർ ചിരിച്ചോ? കുഴപ്പമില്ല, ചിരിച്ചു. ആളുകൾ ചിരിച്ചു. Okay, going to the reactions. John. Thank you. Anita. Thank you. And Shabarish. Thank you. Okay, എനിക്ക് നിങ്ങളുടെ ഒരു കമന്റ്സ് കൂടെ എടുത്താൽ കൊള്ളാവുന്നുണ്ട്. ബിക്കോസ് ജോൺ, നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തിരുന്നു കണ്ടു. ആ അയ്യപ്പൻ്റെ പാട്ട്, പുള്ളിയുടെ നെറ്റി നിനക്ക് വേറെ എവിടെയും തൊടാനില്ല. ആ സാധനം നല്ല കിട് സംഭവമായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് തന്നെ അയാളിരുന്ന് ആ മൂഡിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സോ അനീറ്റ, ദ ഫണ്ണിയസ്റ്റ് പാർട്ട് ഇൻ ദിസ് പെർഫോമൻസ്? ഫണ്ണിയസ്റ്റ് പാർട്ട് അയ്യപ്പൻ തന്നെയാണ്. കൈക്കിന്ന് പോയി ശരിക്കും ചെന്ന് നല്ല രീതി സ്റ്റാർട്ടിൽ എൻ്റെ കുറേ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളിയുടെ എനർജി തന്നെയാണ്. ഒരൊറ്റ എനർജി, പാട്ട് പാടേണ്ട സ്ഥലത്ത് പാട്ട് പാടുക, ഫുൾ ത്രൂ ഔട്ട് ലൈവ് ആയിരുന്നു. വിഷ്ണു, പുള്ളി പൊളിച്ച് താങ്ക് യു. അടിപൊളിയായിരുന്നു. തുടക്കം മുതലൊടുക്കം വരെ സ്മാർട്ടായിട്ടാണ് നിന്ന് പ്രസന്റ് ചെയ്തത്. അതും അടിപൊളിയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ചിരിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. ചെയ്തതൊക്കെ പക്കയായിരുന്നു. ഒന്ന് ആലോചിച്ചു പോലും ഇല്ല, അതെല്ലാം ഒന്നിന്ന് കറക്റ്റായിട്ട് കണക്ഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. രസമായിരുന്നു. നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ആ ഒരു ഫ്രെയിമിൽ തന്നെ ചെയ്തു. അതായത് ഒരു സംശയത്തിൽ തുടങ്ങി സംശയത്തിൽ തന്നെ അവസാനിപ്പിച്ചു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ സൂപ്പർ 6ലെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ടൈറ്റിൽ വിന്നർ ആവും എന്ന് പ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടും. എത്ര ശതമാനം പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കേരള കോമഡി കോമ്പാറ്റിന്റെ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. കാരണം ഈ നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡപ്പ് കോമഡി പോലത്തെ പരിപാടികൾ വളർന്നു വരേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ടല്ലോ. കാരണം ഇതെന്ന് വെച്ചാൽ ആർക്കും എപ്പോഴും എപ്പോൾ വേണമെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ്. ഉദാഹരണം കോളേജുകൾ, സ്കൂളുകൾ. ഞാൻ പറഞ്ഞത് ഇനി ഇത്തരം സ്റ്റാൻഡപ്പ് കോമഡി ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ട് നമ്മളുടെ മത്സര ഇനങ്ങൾ, എക്സ്പെഷ്യലി യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള സ്ഥലങ്ങളിൽ വരണം. കാരണം തമാശകൾ മനുഷ്യന്റെ എന്താ പറയുന്നത് പ്രഷറുകൾ കുറയും. കാരണം വളരെ കോസ്റ്റ്ലെസ് അല്ലേ, മറ്റ് ഒന്നും വേണ്ട. ഒരു ഷർട്ടും ഒരു പാൻറ്റും മനസ്സറിയ തമാശ ഉണ്ടെങ്കിൽ ആരെയും ചിരിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി വരട്ടെ പരിപാടികൾ. താങ്ക് യു. Kerala Comedy Combat, brought to you by Hamster Air Conditioners, redefining quality. Grooming partner Tony & Guy. Official radio partner Club FM 94.3. Fashion partner R&B.
Cinema partner, Cinepolis. Food partner, Hotbox.